നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തവർക്ക് വിമാനയാത്ര വിലക്കേർപ്പെടുത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം. യാത്രാ വിലക്കേർപ്പെടുത്താനുള്ള നടപടികൾ ആരംഭിച്ചെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചിരുന്നു. മാസ്ക് ശരിയായി ധരിക്കാത്തവർ, സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ അടുത്തിടെ പഴകുന്നവർ എന്നിവർക്കായിരിക്കും യാത്രാ വിലക്ക് ഏർപ്പെടുത്തുന്നത്. കോവിഡ് വ്യാപനം തടയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ വ്യോമയാന ഡയറക്ടറേറ്റ് ജനറലിന് മന്ത്രാലയം നിർദ്ദേശവും നൽകി കഴിഞ്ഞു. അതേസമയം പൊതുമേഖലയിലെ ഏക വിമാന കമ്പനിയായ എയർ ഇന്ത്യയെ സ്വകാര്യവത്കരിക്കാനുള്ള നടപടികൾ 64 ദിവസത്തിനകം പൂർത്തിയാക്കുമെന്നും മെയ് അവസാന വാരമോ ജൂണിലോ കമ്പനിക്ക് പുതിയ ഉടമസ്ഥരെ ലഭിക്കുമെന്നും കേന്ദ്ര വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. മെയ് ജൂൺ മാസങ്ങളിലായി പുതിയ ഉടമസ്ഥരെ പ്രഖ്യാപിച്ചാലും ഏറ്റെടുക്കൽ നടപടി പൂർത്തിയാക്കാൻ 6 മാസം കൂടി വേണ്ടിവരുമെന്നും മന്ത്രി പറഞ്ഞു. എയർ ഇന്ത്യയുടെ 76% ഓഹരികൾ 2018 കേന്ദ്രം വിറ്റൊഴിക്കാൻ ശ്രമിച്ചെങ്കിലും വാങ്ങാൻ ആരും തയ്യാറായിരുന്നില്ല. കേന്ദ്രവുമായി ചേർന്ന് വിമാന കമ്പനി നടത്താൻ നിക്ഷേപകർ മടിച്ചു. കടുത്ത നിബന്ധനകളും എയർ ഇന്ത്യയുടെ വലിയ കടബാധ്യതയും തിരിച്ചടിയായി മാറുകയായിരുന്നു. ഇതേ തുടർന്നാണ് 100% ഓഹരികളും വിറ്റൊഴിയാൻ തീരുമാനിച്ചത്. എയർ ഇന്ത്യക്ക് പുറമെ എയർ ഇന്ത്യ എക്സ്പ്രസ്, എയർ ഇന്ത്യ സാറ്റ്സിന്റെ 50% ഓഹരികൾ എന്നിവയാണ് വിറ്റൊഴിയുന്നത്. നിക്ഷേപകരെ ആകർഷിക്കാനായി വിൽപ്പന ചട്ടങ്ങൾ കേന്ദ്രം ലളിതമാക്കുകയായിരുന്നു. ഓഹരി മൂല്യത്തിന് പകരം ഹ്രസ്വകാല ദീർഘകാല കടബാധ്യത ഉൾപ്പെടെ എയർ ഇന്ത്യയുടെ എന്റർപ്രൈസ് മൂലം അടിസ്ഥാനമായുള്ള താൽപര്യപത്രമാണ് ക്ഷണിച്ചത്. എയർ ഇന്ത്യയുടെ കടബാധ്യതയിൽ എത്ര ഏറ്റെടുക്കുമെന്നും മൊത്തം എത്ര തുക ഏറ്റെടുക്കാനായി നൽകുമെന്നും നിക്ഷേപകർ വ്യക്തമാക്കണം. നിക്ഷേപകർ മൊത്തം കടബാധ്യത ഏറ്റെടുക്കണമെന്ന നിബന്ധന ഒഴിവാക്കിയിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.